Superstar Junior, powered by Nirapara, co-presented by Nandanam Sanitaries. So let's welcome our judges. Judges, welcome to the show. Sujata Chichi, Sharon sir and Stephen Jetta. And നമ്മുടെ Star Orchestra പുലികൾ. അഞ്ജലി, അപ്പോൾ all set അല്ലേ? Yes, everybody is ready. അപ്പോൾ നമുക്ക് start ചെയ്യാം. Yes, അപ്പോൾ നമ്മുടെ first contestant ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ചേട്ടാ ഭയങ്കര കോൺസെൻട്രേഷനിലൊക്കെയാണ് നടന്നിരുന്നത്. വീണു പോയ പണിയാവില്ലേ? ഇത് ആദ്യമായിട്ടാണ് ഈ വഴി കൂടെ വരുന്നത്. ഞാൻ ഹീൽസിലും ഡെയിലി അത് കൂടെയാണ് നടന്നു വരുന്നത്. ഓക്കെ ശരി, ആ കോൺസെൻട്രേഷൻ എന്തായാലും പാട്ടിലുണ്ടാവും നമുക്കറിയാം. ഏത് റൗണ്ടാണ്? പെർഫോമൻസ് റൗണ്ട്. ഏത് പാട്ട്? ഞാൻ ഓക്കെ കൺമണി എന്ന ഫിലിമിലെ മനമനം മെഞ്ചൽ മനതിൽ. ഓക്കെ, സോ വെരി 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 എന്താ പറയാ ഫേവറേറ്റ് ആയിട്ടുള്ള റീസെന്റ് സോങ് അല്ലേ? അതിന്റെ ആക്ച്വലി രണ്ട് വേർഷൻ ഉണ്ട് അല്ലേ? ഫീമെയിൽ വേർഷൻ. ഓക്കെ, ഫീമെയിൽ വേർഷൻ വാസ് സങ് ബൈ ജോണീറ്റ ഗാന്ധി. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. മനമനം മെഞ്ചൽ മനതിൽ ലക്ക 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 പുല്ല വയതിൽ ടക 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 കൊട്ടു ഇസയിൽ ഓക്കെ എൻ കൺവനിൻ മടിയിൽ മനമനം മെഞ്ചൽ മനതിൽ ലക്ക 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 പുല്ല വയതിൽ ടക 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 കൊട്ടു ഇസയിൽ ഓക്കെ എൻ കൺവനിൻ മടിയിൽ നീற்று என்பது இன்றில்லை நாளை நினைத்தே ஓ தொல்லை like oh la 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 இன்று மட்டும் king and twida mana mental manadu லக்க 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 புல்லா வயது டக 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 குட்டு இசையில் ஓகே கண்வனின் மடியில் லலா லக்க லக்க yo la la வலம் வந்து இடம் தந்து அடி மீது அடி வைத்த மடி மீது விரலேது பிரிந்தாலும் பிரிவோமே புரியாமல் என்னை தோவி சில நேரம் சிரிப்போமே பொறந்தேதோ பரப்போமே மனம் 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 பெஞ்சல் மனதில் லக்க 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 புல்ல வயது டக 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 கொட்டு இசையில் ஓகே என் கண்வனின் மடியில் மனம் மெஞ்சல் மனதில் லக்க 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 புல்ல வயது டக 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 கொட்டு இசையில் ஓகே என் கண்வனின் மடியில் நீற்று என்பது இன்றில்லை நாளை நினைத்தே ஓ தொல்லை like oh la 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 இன்று மட்டும் king and twida mana mental manadiல் லக்க 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 புல்லா வயதில் டக 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 கொட்டு இசையில் ஓகே என் கண்வனின் மடியில் லக்க லக்க yo la la லக்க லக்க yo la la ശ്രീലക്ഷ്മി കുട്ടി പെഡായിരുന്നു. അതെ, നമ്മുടെ തൃശ്ശൂർ കോഡ് ഭാഷ ആയതുകൊണ്ട് അതെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ചോദിക്കാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ലേറ്റസ്റ്റ് സോങ് അല്ലേ റഹ്മാൻ സാറിനൊപ്പം പ്ലേ ചെയ്തിട്ടുള്ള സ്റ്റീഫൻ ചേട്ടൻ. ശ്രീലക്ഷ്മി, ചേട്ടാ, thank you for bringing that song.
എൻ്റെ ഈയിടയ്ക്ക് റഹ്മാൻ സാർ ചെയ്തിട്ടുള്ള കുറേ നല്ല പാട്ടുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് സാറിൻ്റെ ഒരു വേർഷൻ ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? തകർത്ത് ആടിയിട്ട് അതാണ് ആക്ച്വലി സിനിമയിലുള്ളത്. ജൊണീറ്റ ഈസ് എൻ അമേസിങ്, നല്ല ടാലൻറ്റിലാണ്. ഞങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 30 വട്ടം പെർഫോം ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അമേസിങ് സിംഗർ, കലക്കി. നല്ലൊരു അറ്റംപ്റ്റ്. ഞാൻ ശ്രീലക്ഷ്മിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആദ്യം എന്താണെന്ന് വെച്ചാൽ ശ്രീലക്ഷ്മി പാടുന്ന പാട്ടുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. എല്ലാ സ്റ്റൈൽസും ജോൺറയും ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ പാട്ട് കൊണ്ടുവന്നാൽ നന്ദി. കാരണം ശ്രീലക്ഷ്മിയുടെ വേറൊരു ടോൺ ഞങ്ങൾക്ക് മനസ്സിലായി. മാക്സിമം ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ സ്റ്റൈൽ ഓഫ് സിംഗിങ്ങിൽ. ക്വാർട്ടർ ഫൈനലാണ്, എന്നാലും റിസ്ക് ഉള്ള സമയത്ത് പോലും അങ്ങനത്തെ പാട്ടെടുത്തു. ചുമച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ അറിയാം. എന്നാലും യു ഡിഡ് ബെസ്റ്റ്. ഓക്കെ, ഗുഡ് ജോബ് ശ്രീലക്ഷ്മി, കീപ് ഇറ്റ് അപ്പ്. Thank you so much. ചേട്ടാ. സുജാത ചേച്ചി. ശ്രീലക്ഷ്മി, ഇറ്റ് വാസ് വെരി വെരി ഗുഡ്. ഇതേ കാര്യം തന്നെ എനിക്ക് പറയാനുള്ള കാരണം എല്ലാ ടൈപ്പ് പാട്ടുകളും ശ്രീലക്ഷ്മി എനിക്ക് തോന്നുന്നു ഇവിടെ പാടിയെന്ന് തോന്നുന്നു. ഇതിൻ്റെ എനിക്കൊരു ഒത്തൻറ്റിക് ഫീൽ തന്നെ കിട്ടി ഈ ഒരു വെസ്റ്റേൺ ഇതിൻ്റെ. അതിൻ്റെ കൂടെ ചില പോർഷൻസൊക്കെ ഒരു ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സ് പോലെ വേറൊരു സ്റ്റൈലും ചേർന്നു. ഇത് മാത്രമേ ഉള്ളൂ ആ ചാരണത്തിൻ്റെ ആ സ്ഥലം മാത്രം കുറച്ച് ഫസ്റ്റ് തവണ ചേർന്നില്ല. എങ്ങനെയത്? വലം വന്ത് ഇടം തന്ത്. ആ രണ്ടും. മൂന്നാമത്തെ നല്ലായിരുന്നു. ആ നല്ല സ്റ്റൈലായിട്ടാണ് പാടണത്, ആ എടുക്കണത്. അതെ, അതാ ശ്രുതിയും കൂടെ അവിടെ ഒന്ന് ചെയ്തത്. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ നമുക്കത് മെൻ്റലി ഞാൻ ട്യൂൺ ചെയ്തു. കാരണം വോയിസ് ചുമയുണ്ടെന്ന് എനിക്കറിയാം. അല്ലാതെ ഈ പാട്ട് ചൂസ് ചെയ്തതിന് അഗെയിൻ അതിനാണ് കൺഗ്രാറ്റുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ധൈര്യമായിട്ട് ഇങ്ങനത്തെ ഒരു ജോണർ എനിക്ക് നല്ലോണം ചേരുന്നത് കാണിച്ചു തന്നു. Thank you. Thank you ചേച്ചി. വിജയ് ചേട്ടാ. Shalashmi, ചേട്ടാ, very nice, very energetic, and the way Shalashmiയുടെ വോയിസ് ഇതിന് ആ സോങ്ങിനനുസരിച്ച് കുറച്ച് മാറ്റി എന്ന് പറയാൻ പറ്റില്ല. more than that, adapted your voice to that song, really, so well. നല്ലായിരുന്നു, really nice. ചേട്ടാ. Thank you. Thank you ചേട്ടാ. ശരത്തെ, ഈ ശ്രീലക്ഷ്മി ശരത്തിൻ്റെ ജൂഗുണാർ എന്ന് പറഞ്ഞ സിനിമയിലെ അൻപേ അൻപേ എന്ന് പറഞ്ഞ പാട്ട് പാടി ഒരു സ്റ്റാൻഡിങ് ഒവേഷനൊക്കെ കൊടുത്ത് അത്ര അസാധ്യമായിട്ട് പാടിയിരുന്നു. എനിക്ക് ആക്ച്വലി പാടിക്കണമെന്നുണ്ട്, പക്ഷേ ഷീസ് ഇന്ന് സുഖമില്ലാത്തത് കൊണ്ടാണ്. Okay. അൻപേ എന്തൻ അൻപേ അൻപേ നീതാനേ കടവുളിൻ പിള്ളയേ വേരിൽ വെണ്ണീർ വീഴുന്ന പോതും കിളയോടു പോക്കുമീ മുല്ലയേ വരും കാലമേ ഉനതാഹുമേ ഉന്തൻ വാഴ്വിലേ വരും സന്തോഷമൻപേ എന്തൻ അൻപേ അൻപേ നീതാനേ കടവുളിൻ പിള്ളയേ വേരിൽ വെണ്ണീർ വീഴുന്ന പോതും കിളയോടു പോക്കുമീ മുല്ലയേ. ഇത് കൊള്ളാം, നന്നായിട്ട് പാടി. കേട്ടോ, അതാണ് യഥാർത്ഥം. മുല്ലയേ അല്ല മുല്ല, അവിടെ വരെ പോണം. അല്ല മുല്ലയേ എപ്പോഴും ടച്ച് ചെയ്യുമ്പോൾ ആ നോട്ട് ടച്ച് ചെയ്യണം കേട്ടോ. ടച്ച് ചെയ്തില്ലെങ്കിൽ ഇപ്പം കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല, എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ മോള് ഇത് നന്നായിട്ട് പാടി, ഇപ്പോൾ ഉള്ള പാടാൻ അസാധ്യമായിട്ട് പാടി. എന്താ പറയണ്ട, അതിനെന്താണ് വേണ്ടത്, എന്താണ് വേണ്ട ഐറ്റം എന്നുള്ള അതിനകത്തുണ്ടായിരുന്നു. മൊത്തത്തിൽ സൂപ്പർ പറഞ്ഞു. എനിക്ക് കുറേ ഇഷ്ടമായി മോൾ പാടിയത്. ഓൾ ദി ബെസ്റ്റ്. ഈ ചുമ എങ്ങനെ പിടിച്ചു പറയൂ. എങ്ങനെ, അതിനൊരു കാരണം ഉണ്ടാവണമല്ലോ ചുമ പിടിക്കുന്നതിന്. പറയൂ. അമ്മയുടെ അടുത്ത് ചോദിക്കണേ എങ്ങനെ പിടിച്ചത്. അമ്മയാണോ ചുമ പരത്തുന്ന ആള്? അമ്മയാര് കൊതുക? മോള് പറയൂ. അതെങ്ങനെ വന്നു? അത് ഞാനതാ ചോദിക്കുന്നു. എനിക്ക് കോൾഡ് ഉണ്ടായിരുന്നു, അതിൽ കൂടെ പനി ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ചുമ വന്നു. എല്ലാ എന്താ പറയുക, ഈ അസുഖങ്ങൾ നമ്മൾക്ക് അറിയാണ്ട് വരുന്ന, ഇത് നോട്ടീസ് ഇല്ലാതെ കയറി വരുന്ന ഒരു കോമാളിയാണല്ലോ ഈ അസുഖങ്ങൾ. മറ്റുള്ള ഒന്നും പിടിപ്പിക്കാണ്ടിരിക്കുക.
ഈ വെളിയിൽ നിന്നുള്ള സാധനങ്ങളും ഒക്കെ തിന്നാണ്ടിരിക്കുക. ഐസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. തൈരൊക്കെ കഴിക്കാണ്ടിരിക്കുക. അത് വേറൊന്നും ആരും പറഞ്ഞല്ല, ദാസേട്ടൻ പറഞ്ഞതാണ്. എടുക്കണമെങ്കിൽ എടുത്തോളുക കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മളെ സൂക്ഷിക്കുക. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ്. ഓക്കെ, നമ്മുടെ ശരീരം നോക്കിക്കൊള്ളാം. അതാണ് ഏറ്റവും വലിയ എന്താണ് പറയേണ്ടത്, നോയற்ற വാഴ്വേ കുറവற்ற സെൽവം എന്ന് തമിഴിൽ പറയും. നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുന്ന ശരീരം, ഈ അസുഖങ്ങളില്ലാത്ത ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ നമുക്ക് മാർക്സ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് സ്റ്റീഫൻ ചേട്ടാ. മന മെന്റൽ മനട് ലക്ക 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 പുല്ല വയട് ടക 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 കൊട്ടു ഇസയിൽ ഓക്കേ എൻകൻ ചേട്ടാ. Thank you, സുജാത ചേച്ചി. ലക്ക 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 പുല്ല വയട് ടക 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 കൊട്ടു ഇസയിൽ ഓക്കേ എൻകൻ വനി മനി ഓക്കേ, വിജയ് ചേട്ടാ. നാളെ നിനത്തെ ഒട്ടൊല്ലേ ലൈക്ക ലൈക്ക ലാ 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 ഇന്ദ്ര 8.5. 26.5. ഓക്കെ, Okay. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ വീണ്ടും അടിപൊളി പെർഫോമൻസുമായി. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേട്ടാ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം, ഋതു കൃഷ്ണ. ഋതു കൃഷ്ണ. ഋതു ജാക്കറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര ഭയങ്കര ഹാൻസം ആണല്ലോ. അതെ, താങ്ക് യു. ഓക്കെ. അപ്പൊ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ്. അപ്പൊ ഏത് റൗണ്ടാന്ന് പറഞ്ഞോളൂ. അതെ, സിംഗ് വിത്ത് സ്റ്റാർസ്. സിംഗ് വിത്ത് സ്റ്റാർസ്. ഏത് സ്റ്റാർ ആണത്? അതെ, മധുശ്രീ ചേച്ചി. മധുശ്രീ ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്ക് മധുശ്രീ ചേച്ചി വിളിക്കാം. വിളിക്കാം. അപ്പൊ ലെറ്റ്സ് വെൽക്കം മധുശ്രീ നാരായണൻ. മധുശ്രീ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. വെൽക്കം ടു ദ ഷോ. ആൻഡ് ഷീ ഈസ് നോട്ട് എന്താ ഫെമിലിയർ ആണ് നമുക്ക് എല്ലാവർക്കും. നമ്മുടെ 4th സീസൺ വിന്നർ ആണ്. ഓഡിഷൻസിൽ ഓൾറെഡി വന്നിരുന്നു. പിന്നെ അല്ല, അത് മാത്രമല്ലല്ലോ, സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആണ്. എനിക്കിവിടെ വരുമ്പോ അതാ ഓർമ്മ വരുന്നത്, ലൈക്ക് ആ ഒരു ഫിയറും ടെൻഷനൊക്കെ. ഇനിയിപ്പോ ഫിയറും ടെൻഷനും ഒന്നും ഇല്ല, അതൊക്കെ ചുമ്മാ പറയാൻ നമുക്കറിയാം. സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടി, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ്. അതെന്ത് രസം കേൾക്കാൻ. സ്വന്തമായിട്ട് മോളൊരു പേരുണ്ടാക്കി. ഇപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ പറയാതെ തന്നെ അവളൊരു പേരുണ്ടാക്കി. ഇപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എനിക്കൊക്കെ ഈ കൊച്ചുകുട്ടി രമേശ് നാരായണൻ ജിയുടെ, രമേശ് ജിയുടെ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ മോളാണ്. യു മെയ്ഡ് എ നെയിം ഓഫ് യുവർ ഓൺ. That's the beauty of it. Thank you. ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ഇവിടെ വന്നതില്. അപ്പോൾ ഋതു, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? മൗനം സമ്മതം എന്ന ഫിലിമിലെ കല്യാണത്തെന്നില. നമ്മുടെ വെരി ബ്യൂട്ടിഫുൾ സോങ്. വെരി ബ്യൂട്ടിഫുൾ സോങ്, നമ്മുടെ മമ്മൂക്കയുടെ ഫസ്റ്റ് തമിഴ് ഫിലിം. അപ്പോൾ ഇനിയിപ്പോ ഒന്നും പറയല്ലേ, നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം അപ്പോൾ വെയിറ്റിംഗ് ആണ് ടു ഹിയർ ബോത്ത് ഓഫ് യു. ഓക്കെ, all the best. താങ്ക് യു ചേട്ടാ. താങ്ക് യു. കല്യാണത്തെ നീല കാഴ്ചാത പാൽ നീല നീ താനെ വാനില എന്നോട് വാനില പെയ്യാത വെണ്ണില ഉൻ കാതൽ കണ്ണില ആദായം മണ്ണില കല്യാണത്തെ നീല കാഴ്ചാത പാൽ നീല.
தீராத ஊடலா தேன் சிந்து கூடலா என் அன்பு காதலா என்னாலும் கூடலா பேரின்பம் மேலா நீ தீண்டும் கையிலா பார்ப்போமே ஆவலா வாவா நீலா கல்யாணத்தேன் நீலா காய்ச்சாத பால் நீலா நீதானே வானிலா என்னோடு வானிலா உந்தேகம் தேக்கிலா தேனுந்தன் வாக்கிலா உன் பார்வை தூண்டிலா நான் கைதி கூண்டிலா சங்கீதம் பாட்டிலா நீ பேசும் பேச்சிலா என் ஜீவன் என்னிலா உன் பார்வை தன்னிலா தேனூரும் வேர்பலா நீ சொல்லிலா கல்யாணத்தே நீலா காய்ச்சாத பால் நீலா நீதானே வானிலா என்னோடு வானிலா தீயான வெண்ணிலா உன் காதல் கண்ணிலா ஆகாயம் மண்ணிலா கல்யாணத்தே நீலா காய்ச்சாத பால் நீலா ഋതു എന്തോ വെരി നൈസ്. മധുശ്രീ പറയേണ്ട ആവശ്യമില്ല. പറയേണ്ട ആവശ്യമൊന്നുമില്ല. Yes. അപ്പോൾ എനിവേ അബൌട്ട് മോർ ഇൻ ടു ദ സോങ് നമുക്ക് നോക്കാം. So we'll start with വിജയ് ചേട്ടാ. ഋതു, എന്തോ really well sung. എനിക്ക് ഐ ലൈക്ക് യുവർ ഋതുവിൻ്റെ വോയിസിൻ്റെ ത്രോ ഇസ് ഓൾവേസ് വെരി നൈസ്. സോ ഇതിലും കുറച്ചുകൂടെയും ചില സ്ഥലത്തൊക്കെ മെലോ ആവായിരുന്നു. കുറച്ചുകൂടെയും ഇത് അങ്ങനെ ഇറ്റ്സ് മോർ റൊമാൻസ് ആ ഒരു ഫീലാണ് ആ സോങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പാണ്ടിക്കൂടല തീരാത പാടല തീരാത ഊടല ആ സോഫ്റ്റ്നെസ് വേണം. ബിക്കോസ് ഇറ്റ്സ് a romantic song, so you have to feel ആ ഒരു കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. യു ഡോണ്ട് നീഡ് ടു ത്രോ ദ വോയിസിന്. പിന്നെ ഉള്ള സെക്കൻഡ് ചരണത്തിൽ വരുന്ന സംഗീതം പാട്ടിലാ നീ പേസും പേച്ചിലാ എൻ ജീവൻ എന്നിലാ അവിടെയൊക്കെ കുഴപ്പമില്ല. ഓപ്പൺ ആയിട്ട് വരുന്ന കുഴപ്പമില്ല. പക്ഷേ ഈ പോർഷനിൽ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവരാം. യാ, അല്ലെങ്കിൽ യു സൗണ്ടഡ് നൈസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you ചേട്ടാ. And Madhushri, you did fine. I don't need to talk about what you're singing. So Thank you so much. Thank you ചേട്ടാ. സുജാത സുജാത ചേച്ചി. ചേച്ചി. നല്ലോണം പാടി. പക്ഷേ ഋതുവിന് ഈ പാട്ട് കുറച്ചും കൂടെ നല്ലോണം പാടാൻ പറ്റും. കാരണം ഋതു ഒരു എക്സ്പ്രഷൻസ് നല്ലോണം കൊടുക്കുന്ന ഒരു സിംഗറാണ്. കുറച്ച് ഓപ്പൺ ആയി. അതുപോലെ ആ ചരണത്തിൻ്റെ അവസാനത്തെ സംഗതിയും അതൊരു സംഗതിയല്ല. അത് ഇത്രയും ഹാഷായിട്ട് പാടേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ കല്യാണത്തേൻ നില, അത്
ശരത്തേട്ടൻ പറഞ്ഞുതരും. ഇൻ ടോട്ടൽ ഐ തിങ്ക് ഋതുവിന് ഒരു കുറച്ചും കൂടെ നല്ലോണം പാടാം ഈ പാട്ട്. മോളെ നമ്മുടെ ഋതുവിൻ്റെ കൂടെ പാടാൻ അവന് നല്ല ഒരു എൻകറേജ്മെൻറ്റ് കൊടുത്തതിന് ഞങ്ങളുടെ താങ്ക്സ്. നന്നായിട്ട് പാടുകയും ചെയ്യും. സ്റ്റീഫൻ ചേട്ടാ. മധുശ്രീ, താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ആൻഡ് താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് നമ്മുടെ ഋതു. ഓക്കെ ഋതു, നിൻ്റെ ചരണത്തിൽ ഹൈ പിച്ചിൽ പോയ ആ ഭാഗമൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി, നിൻ്റെ ഫുൾ ത്രോട്ട്. അല്ലാത്ത പക്ഷം നേരത്തെ വിജയൻ ചേട്ടനും പറഞ്ഞു, ചേച്ചി പറഞ്ഞു, ഇപ്പോൾ അത് തന്നെ എനിക്ക് തോന്നിയത്, അതിനൊരു ദർ ഇസ് സോ മച്ച് ഓഫ് ഇൻറ്റൻസ്. ദാസേട്ടൻ പാടിയിൽ അത്ര ഒരു ഇൻറ്റൻസ് ഉണ്ട്, ലവ്, ആ മെലങ്കളി സാധനമുണ്ട്. അത് നീ കുറച്ച് കൊടുന്നാൽ മതി, കൊടുന്നാൽ അതർവൈസ് നിൻ്റെ എബിലിറ്റിക്കൊന്നും ഒരു കുറവില്ല. നല്ല ടാലൻറ്റഡ് സിംഗറാണ് നീ. ഓക്കെ, പിന്നെ പാട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ ന്യൂസൻസ് ഒക്കെ കറക്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ നിനക്കത് ചെയ്യാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. നീ അടുത്ത പാട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ഈ പാട്ടിന് എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ ദാസേട്ടൻ്റെ കൂടെ ഒരു 5-6 പ്രോഗ്രാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു, വിജയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ദാസേട്ടൻ്റെ ശബ്ദത്തിൽ ഞാൻ ഒറിജിനലായിട്ട് ഞാൻ ബാക്ക് സ്റ്റേജിൽ നിന്ന് കേട്ട് ഇങ്ങനെ മെൽറ്റായി പോയൊരു സമയം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഒരിക്കലും മറക്കില്ല ഞാനത്. അങ്ങനെ 2 പാട്ട്, പൂവേസൻ പൂവേയും ഈ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മറക്കില്ല. വിജു പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മകളൊക്കെ തന്നതിന് നന്ദി. ഞാനും പെട്ടെന്ന് ആ ടൂറൊക്കെ ആലോചിച്ചു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൊമെന്റ് വിത്ത് ദാസേട്ടൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സ്റ്റീഫൻ ചേട്ടാ. ശരത് നന്നായിട്ട് പാടി. പിന്നെന്താണ് പ്രധാനമായിട്ട് ഒരു പാട്ടെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ എന്താ പറയണ്ട, ആത്മാവ് കണ്ടെത്തി പഠിക്കണം. അപ്പോൾ അതിലെന്താണ് ഉദ്ദേശിച്ചേക്കുന്നതെന്ന് മനസ്സിലാവും. മോനത് കുറച്ച് നമ്മൾ ശ്രമിക്കണം. എത്ര വയസ്സായിപ്പോൾ? 12 ആണെങ്കിൽ പിന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യമില്ല. കുഴപ്പമില്ല. അല്ല, ആദ്യമായിട്ട് പറയാം. മോനത് കാര്യം എന്താ പറയണ്ട, ഈ ചെറുപ്പത്തിലാണ് നമുക്ക് കുറേയും കൂടെ അസാധ്യമായിട്ട് പാടാൻ പറ്റുന്നത്. കാര്യം പേടി കാണത്തില്ല. പിന്നെ നമ്മുടെ തൊണ്ടയൊക്കെ എന്ത് വേണമെങ്കിലും വഴങ്ങും. വയസ്സായ നമ്മുടെ ഗ്രാഫൊക്കെ താഴോട്ട് പോകും. അപ്പോൾ അത് വിട്ടേക്കാം. അപ്പോൾ മോന് പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കണം. എന്നെ ചേച്ചി അടിച്ചു, ഞാൻ ഇനി സംസാരിക്കത്തില്ല. അപ്പം മോനെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയതാ, ആ സാധനം വേണ്ടേ? കല്യാണത്തേനീല, അതാണ് എൻ്റെ സ്കാൻ. അത്ര വലിച്ചു ദേ, അത്രേ ഉള്ളൂ. അതുണ്ട്, അറ്റമുണ്ട്. അത് പിടിച്ചോ. ഇനി പിടിച്ചോ പിടിക്ക്. അത് വിട്ടേക്ക്. പിടിക്കേണ്ടത് ഞാൻ പറയാം. പിടിച്ചോ. ശരി മോനെ, സൂപ്പർ. ഈ കേൾക്കുന്നൊരു കാര്യത്തിൽ എനിക്കാണോ വട്ട് മോനാണോ വട്ട് എന്നുള്ളൊരു സംശയം ജനങ്ങളിലുണ്ടാവും. അവരത്ര വിഷമിപ്പിക്കണ്ട മോനെ. ശരി, അല്ല അതെന്തായാലും പെട്ടെന്ന് മനസ്സിലായി. നന്നായിരുന്നു മൊത്തത്തിൽ. ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ ആ മഹാപ്രസ്ഥാനം പാടിയേക്കുമ്പോൾ മോൻ അതൊന്ന് കേട്ടിട്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ശ്രമമാണ് പ്രധാനമായിട്ടുള്ളത്. എന്താണ് പ്രധാനമായിട്ടുള്ളത്? ശ്രമമല്ല, ശ്രമം. അത് തന്നെ. പിന്നെ മധുശ്രീ, സുഖാണോ? അച്ഛന് സുഖമാണോ? അച്ഛനൊക്കെ സുഖമായിരിക്കണം. അച്ഛന് ഫോൺ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അത് പക്ഷേ എങ്ങും ചോദിക്കാൻ നമുക്ക് പൊതുസ്ഥലങ്ങളിൽ പറയാൻ കൊള്ളത്തില്ല. അതിൽ പറയത്തില്ല. അത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേക്കാം, ഞാൻ പ്രത്യേകം തിരക്കി പറയാം. ഞാൻ പറയാം. അല്ല, ഈ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഈ പൊതുവായിട്ട് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. അല്ല, എനിക്ക് കുറേ ഇഷ്ടമുള്ള സംഗീത സംവിധാനമാണ് മധുശ്രീയുടെ അച്ഛൻ രമേശ് നാരായണൻ. കുറേ ഉഗ്രം പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് മാനസികമായിട്ടും ഇഷ്ടമുള്ള ഒരു മനുഷ്യനും കൂടാണ്. നമ്മൾ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന കൂടെ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ചിലർക്ക് സംഗീതം മാത്രമേ കാണൂ, മനുഷ്യത്വം തീരെ കാണത്തില്ല. ചിലർക്ക് മനുഷ്യത്വമേ കാണൂ, സംഗീതം ഒട്ടും കാണത്തില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഇഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ അച്ഛന് എൻ്റെ വകയൊരു ഉമ്മ കൊടുത്തു. ഓൾ ദി ബെസ്റ്റ് മോളെ. വന്നതിനും കുറേ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും മാർക്സിലേക്ക് കിടക്കാം. Okay, so we'll start with Vijay Chadha, please, for your favorite song.
സുജാത ചേച്ചി. And now Stephen ചേട്ടാ. അപ്പോൾ ഋതു, all the very best for your next performance. Yes, all the best മോനെ. Thank you. വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതെ, കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട്. അതെ, മധുശ്രീ ഏതൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? യെസ്, പുതിയ പ്രോജക്ട്സ് കിസ്മത്ത് എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇനി ഇറങ്ങാൻ പോകുന്നത് കാപ്പിരി തുരുത്ത് എന്നൊരു മൂവി. പിന്നെ പാത്തി, നവസിപ്പുജൻ സാറിന്റെ ഒരു പാട്ട് പാടി. അപ്പൊ അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. കുറേ ഉണ്ട്. അപ്പോൾ കുറേ ഉണ്ട് അതിന്റെ ഒപ്പം. ഓക്കെ, വാട്ട് ഡു യു ഡു നൗ? ലൈക്ക് ഞാൻ 12th ലാണ്. ഓക്കെ, സോ സ്റ്റഡീസ് ആൻഡ് കരിയർ ഗോയിങ് റിയലി വെൽ. നല്ല കാര്യം. ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു പാട്ട് ഫോർ ഓൾ ഓഫ് us, ഫോർ ഓൾ അവർ ഓഡിയൻസ് ആൻഡ് ഫോർ ഓൾ ഓഫ് us. ഷുവർ എന്താ. ഓക്കെ, ഏതായിരിക്കും പാട്ട്? എനിക്ക് അവാർഡ് കിട്ടിയ സോങ് തന്നെ ഞാൻ. ഓക്കെ, സോ മധുശ്രീക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എടവപ്പാതി എന്ന് പറയുന്ന സിനിമയിലെ പാട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. रे ग सा ना 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 स्लिष्यति चुम्बति जलधर हरिरूपगत इति तिमिरमनल्पम् श्लिष्यति चुम्बति जलधरकल्पम् हरिरूपगत इति तिमिरमनल्पम् हरिरूपगत इति जगन्नाथ हरे सीदति राधा भास गृहे पश्यति दिशि दिशि रहसि भवतो त्वदधर मधुर मधुनि पिबन्तम् जगन्नाथ हरे सीदति राधा वासगृहे पश्यति दिशि दिशि रहसि भवन्तम् धनना रे ग म ग रे सा धनि रे रे ग म सा ना ना ला 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 ना 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 ना. Second prize sponsored by നിറപറ മലയാളത്തിന്റെ മഹാരുചി. Fourth prize sponsored by നന്ദനം സാനിറ്ററീസ്. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് വിളിക്കാം. യെസ്, ആൻ ബെൻസൺ. എന്താണ് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ? ആണോ? കുറച്ച് മുന്നേ ഞങ്ങൾ കണ്ടു. അതെ, കുറച്ച് മുന്നേ ജഡ്ജസ് എല്ലാരും കണ്ടില്ലല്ലോ ഇവിടെ പുറത്തൊക്കെ നടന്നേന്ന്. ഇവിടെ ഞങ്ങളൊക്കെ വന്ന് പേടിപ്പിക്കലായിരുന്നു ഇവിടെ. അപ്പൊ എന്താ ഞാൻ ഗോസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിപ്പിക്കലായിരുന്നു. അതെന്താ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളാണോ? ആണ്. ഞാൻ ക്ലാസിക്കൽ ക്ലാസ്.
അത് പറ, ഇത്ര നാണോ? ക്ലാസിക് ഹിറ്റ്സ്. തെറ്റിപ്പോയത്. ഓക്കെ, പറ. സാരമില്ല, കേക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി. ക്ലാസിക് ഹിറ്റ്സ്. ക്ലാസിക് ഹിറ്റ്സ്. Okay. ഓക്കെ, സോ ഏത് പാട്ടാണ്? ഞാൻ വിഷുക്കണി എന്ന ഫിലിമിലെ രാപ്പാടി പാടുന്ന രാഗങ്ങൾ. ക്ലാസിക് ഹിറ്റ്സ് റൗണ്ടിൽ രാപ്പാടി പാടുന്ന യാമങ്ങൾ എന്ന സോങ്ങുമായി ആൻഡ് പെൻസിൽ. And pencil. Oh, complete change over. അതെ. Okay, all the best മോളെ. All the best. Okay. താങ്ക് യു. രാപ്പാടി പാടുന്ന രാഗങ്ങളിൽ നിലാവാടുന്ന യാമങ്ങളിൽ എന്നരികിൽ ഒരു നിഴലാ ഞാൻ വന്നൊരു ഗൽഗതമാ. രാപ്പാടി പാടുന്ന രാഗങ്ങളിൽ നിലാവാടുന്ന യാമങ്ങളിൽ എന്നരികിൽ
ഇപ്പോഴാണ് എക്സാക്ട്ലി ഈ ഷോ വന്നതിന് ശേഷം അഞ്ജലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് കിട്ടിയത്. വാവ്, ഫാന്റാസ്റ്റിക്. തമാശല്ല, തമാശല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, തമാശല്ല, ചിരിക്കരുത്, കാരണം ഇത് സത്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക്. വിജയേട്ടാ, സ്റ്റീഫൻ ചേട്ടാ, വെരി നൈസ് വർക്ക്, ഐ ലൈക്ക് ഇറ്റ്. എവിടെ നിന്നാലും മ്യൂസിക് ഒന്നും ഇട്ടില്ല. ഇല്ല, നാച്ചുറൽ ആയിട്ടാണോ? ഓ മൈ ഗോഡ്, പ്രകൃതിക്ക് വരെ മനസ്സിലായി തന്റെ അവസ്ഥ. ഓ, ദാറ്റ് ഈസ് റിയലി ഗ്രേറ്റ്. അത് മോള് പാടിന്റെ ഇഫക്ട്സ് ആണ്. ഓക്കേ, ആണോ? ആണ്. പാടിന്റെ ഇഫക്ട്സ് ആണ്. ഓക്കേ, അപ്പോൾ ആൻ ബെൻസൺ ഈ സിനിമയിലെ പാട്ട് മാത്രമേ പാടുള്ളൂ? ഇതിനു മുമ്പേ ഇവിടെ പാടിയ മലർക്കുടി ഓർമ്മണ്ടോ? ഒരു പാട്ടും കൂടി പാടാം, ഓണമൊക്കെ വരുമല്ലേ. ഏതാ പാട്ടെന്നറിയോ? പൂവിളി പൂവിളി പൊന്നോടമായി. ഞാൻ അടുത്തപ്പോ ഈ പാട്ടാണ്. അപ്പൊ ഈ സിനിമയിലെ ഓരോ പാട്ടുകൾ നമ്മൾ എടുത്തു കൊണ്ടുവരും. ആരാ സോങ് സെലക്ട് ചെയ്തത്? ഞാനോ? ഞാൻ. നീ ആ പടം മാത്രമായിരുന്നു എല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? 1977 സ്റ്റക്കാണോ നീ? ഹൊറർ അതാണോ? ഓക്കെ, അപ്പോ യെസ്, സുജാത ചേച്ചി. മോളെ, ഓ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് എനിക്കിത്. ആൻഡ് ഇവർ ഓർക്കസ്ട്ര എന്ത് രസമായിട്ടാ വായിച്ചേ, മോൾ എന്ത് രസമായിട്ടാ പാടിയേ, ഭയങ്കര രസമായിട്ട് പാടി. ഓർക്കസ്ട്ര ഭയങ്കര ഹൊറർ എഫക്റ്റിലാണ്. ഓ ശരിക്കും. ഞാൻ ആദ്യത്തെ വയലിൻ പീസ് ഇല്ലേ, അത് കിട്ടുമ്പോ ഞാൻ പേടിച്ചു. വെറുതെ അല്ല, ശബ്ദം അങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നു. ആ ഫസ്റ്റ് പേടിച്ചതോടെ അവള് പിന്നെ ബാക്കി ഫുൾ കറക്റ്റ് ആയിട്ട് പാടിയോളൂ. അതെ, പേടിക്കണ്ട. പാട്ടിന്റെ ഇഫക്റ്റിലേക്ക് വന്നു. അതെ, മണിച്ചിത്രത്താഴ് കണ്ടിട്ട് ഞാൻ 5 ദിവസം ഞാൻ എന്റെ ഇപ്പുറത്തെ ബാക്കി പറയണ്ട, ഇപ്പുറത്തെ ചേച്ചീനെ കൂട്ടിട്ട് ഉറങ്ങി. 5 ദിവസം നീ എന്ത് ചെയ്തു? പേടിച്ചിട്ട് ഉറങ്ങിയില്ല. ചേച്ചി തേർഡ് ലൈൻ. ഓരോ കഥകൾ പറഞ്ഞും ഒരു കുളിർ സ്വർഗം പകർന്നും. അത് പാടിയത് അപ്പൊ ടേക്കില് പാടിയത് ഹുയ്യോ മാജിക്കലായിരുന്നു. അതിനൊരു അതാണ് എല്ലാ ഒരു സ്പീഡ് ഉണ്ട് സംഗതികൾക്ക്. അത് കറക്റ്റായിട്ട് വരുമ്പോ അയ്യോ അതിന്റെ സുഖം എന്ന് പറയാം. ആൻഡ് എനിക്ക് തോന്നിയത് മോളുടെ ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആണ്. പക്ഷെ വീണ്ടും പറയുന്നു, തല ഇങ്ങനെ വെച്ചാണ് പാടിയത്. മോള് തലയൊക്കെ പൊക്കി കുറച്ചും കൂടെ ഫോക്കസ് കിട്ടും, വോയിസിന് കുറച്ചും കൂടെ ഓപ്പൺ ആവും. അതെ, അങ്ങനെ വെച്ചാൽ പിന്നെ താഴോട്ട് പോവില്ല. ഓ അങ്ങനെ എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരെണ്ണം ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെക്കാം. അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ 2 കയറും, ഒരു കോളർ. അതെ, മറ്റേ കഴുത്ത് ഉളുക്കിയ കോളറൊക്കെ ചിലവരിടില്ലേ വയസ്സായവര്, അങ്ങനത്തെ ഒരു കോളർ ഇട്ട് വെക്കാം. അപ്പൊ ഇങ്ങനെ തന്നെ ഇരുന്നു. എനിക്ക് കുറച്ചും കൂടെ വോയിസിന് കുറച്ചും കൂടെ റൗണ്ടഡ് ആവും തോന്നുന്നു. മോൾ ഇങ്ങനെ ആവുമ്പോഴാണ് അത് പോണത്. അതിനെയും കണ്ണാടി നോക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യൂ. കാരണം മോളുടെ ഭാവി സംഗീതം തന്നെയാണ്. അപ്പൊ ഇപ്പോഴേ ഓരോ തിരുത്തലുകൾ ചെയ്ത് പോവാം. തലയാട്ടലും ചിരിയും ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടെന്നുള്ളതല്ലാണ്ട് ബാക്കി എല്ലാം അതേപോലെ തന്നെ റിപ്പീറ്റാണ്. ഒരു ചരണം ഒന്ന് പാടിക്കേ. ഞാൻ നേരത്തെ ഇതുപോലെ ഞാൻ എല്ലാ പാട്ടും കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെയും ടെസ്റ്റ് ചെയ്യും. ഇവിടെയാണ് നോക്കേണ്ടത്. ശരത് അങ്കിളും സുജാത ആൻറ്റിയുടെ ഇടയ്ക്ക് കഴുത്തൊന്നും പൊക്കേണ്ട ആവശ്യമില്ല, പക്ഷെ തല നേരെ വെച്ച് പാടുക. ഏതോ വിഷാദാർദ്രഗാനം വിരഹിണി നീ പാടുന്ന മുഖം, കാറ്റായി വരുന്നെന്റെ ജീവൻ, ആ പാട്ടിന് താളം കൊടുക്കാം. വ്യത്യാസം തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ലേ? നിനക്ക് വ്യത്യാസം തോന്നിയോ ശബ്ദത്തില്? ചെറുതായിട്ടേ തോന്നിയുള്ളൂ. ഞങ്ങൾക്ക് നന്നായിട്ട് തോന്നി. താങ്ക് യു പറയാനല്ല, അത് അങ്ങനെ മാറ്റിയെടുക്കണത്. അപ്പോ നാച്ചുറലി നമ്മൾ കഴുത്തിങ്ങനെ വെച്ച് പാടുന്നതും ആരും ഇങ്ങനെ വെച്ച് പാടില്ല പാട്ട്. അപ്പോൾ നമ്മുടെ ഈ വ്യൂ ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് പോയാൽ 1/2 പോയിന്റ് കുറയും ഓരോ ലുക്കിന് താഴെ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. സ്റ്റീഫൻ ചേട്ടാ. ആൻ ബെൻസൺ നന്നായി പാടി. ഈ പാട്ട് മ്യൂസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കമ്പോസ് ചെയ്തതാണ്. കാരണം വെസ്റ്റേൺ മ്യൂസിക്കിനെ കംപ്ലീറ്റ് ഒപ്പിയെടുത്തിട്ടുള്ളൊരു പാട്ടാണ്. കോർഡ്സിനെ വെച്ചിട്ടാണ് അത്. സലീൽ സാറിൻ്റെ ഒരു പ്രത്യേകതയാണ്.
അത് മിക്കതും ചില സ്ഥലത്തെല്ലാം പോയി, ചില സ്ഥലത്തൊക്കെ വിചാരിച്ച സ്ഥലത്ത് വീഴാണ്ട് തെന്നി ഒന്നും കൂടുതലോ അല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ സാരമില്ല, ഏറ്റവും നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള സ്ഥലങ്ങളെ പല്ലവിയുടെ ഭാഗമൊക്കെ നന്നായിട്ട് പാടി. ഒന്ന് പറയാം, ആൻബൻസ നല്ലൊരു പാട്ടുകാരിയാവും. പാട്ടുകാരി അപ്പുറം ആൻബൻസിൻ്റെ ഉള്ളിലൊരു മ്യൂസീഷ്യൻ ഉണ്ട്. അതിൻ്റെയൊക്കെയാണ് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അത് കീപ്പ് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള നല്ല നല്ല പാട്ടുകൾ കൊണ്ടുവരിക. ഓക്കെ, അതിൻ്റെ BGM ഒക്കെ ഒന്ന് പറയാണ്ടിരിക്കാൻ വയ്യ അല്ലേ. ഒരു മലയാളം പാട്ടിൻ്റെ ഇടയ്ക്ക് ചെക്കോസ്കി സിംഫണി വായിക്കുന്ന അതേ മൂഡിലാണ് പോകുന്നത്. സോ താങ്ക് സലീൽ സർ ഫോർ എ ഗ്രേറ്റ് സർ സോങ്. താങ്ക് യു ആൻഡ് ബെൻസൺ. താങ്ക് യു ആൻഡ് ശരത് സർ. ഉഗ്രം പാട്ട്. താങ്ക് യു സർ. മോൾ ഇത്രയും പേടി വെച്ചിട്ട് എങ്ങനെ ഈ പാട്ട് സെലക്ട് ചെയ്തു? മോൾ ഈ പാട്ട് പഠിക്കുമ്പോഴൊക്കെ മോൾ പേടിച്ചില്ലേ? ഇല്ല, ഇവിടെ പേടിച്ചു. അത് ഈ പ്രേതങ്ങളൊക്കെ ഇരുന്ന് വായിക്കുന്ന കണ്ടിട്ടായിരിക്കും. പറയണ്ടോ? അനൂഫ്, എന്താണ് നീ എന്നുപോലെ പ്രേതമായത്? അനുഭവമൊക്കെ നല്ല ആത്മാക്കളാണ്. സത്യത്തിൽ നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് ഈ പുലികളെ കിട്ടിയത്. കാര്യം അവർ എന്താ പറയണ്ട, ഒരു സത്യാവസ്ഥയും കൂടെ പറയാം, നല്ല സ്നേഹമുള്ളവരാണ്. ഇതിനൊക്കെ ഗൗനിക്കണോടാ ഞാൻ വരുമ്പോൾ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്, നിങ്ങൾ നന്നായിട്ട് പാടാൻ അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും വന്ന് ടക്ക് കൊട്ടിയിട്ടോ അല്ലെങ്കിൽ കുക്കുരു ശബ്ദം ഉണ്ടാക്കിയിട്ടോ പോകാൻ വേണ്ടി ഇരിക്കുന്നവരല്ല. മോക്ക് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാര്യം മോടെ കുടുംബത്തിൽ മൊത്തം ആളുകളും പാട്ടാണ് അല്ലേ. ഒരു പാട്ടിലായ ഫാമിലിയാണ് അല്ലേ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അവിടെയുള്ള എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും അത് ലക്ഷ്മിക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനൊരു ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ട്, മോക്ക് അറിയാമല്ലോ. ഓർമ്മയില്ലല്ലേ? ഓ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലി ജനിച്ചെന്നുള്ളതും മോടെ ഒരു ഭാഗ്യമാണ്. കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഒരു പറഞ്ഞൊരു കാര്യം വളരെ വാലിഡായിട്ട്, മോളിങ്ങനെ കുനിയരുത്. നമ്മൾ ഈ ഓഡിയൻസ് എന്ത് വിചാരിക്കും, മോള് വന്ന് നമസ്കാരം പറയാന്ന്, അവിടെ വന്ന് പാടി പാടുന്നു, എല്ലാവരെയും ഞാൻ നമിക്കുന്നു എന്ന് പറയുന്നതോടല്ല. നമ്മൾ നേരെ നിൽക്കുക. നമുക്ക് ശ്രുതിയിലൊക്കെ കോൺസെൻട്രേഷൻ കിട്ടി, നമുക്ക് കണ്ണൊക്കെ ചെറുതായിട്ട് അടിച്ച് പിന്നെ തുറക്കണം. കണ്ണടച്ചോണ്ട് നമുക്ക് ധ്യാനമായിട്ട് ഇന്ന് പാടിക്കളയരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. മോള് നന്നായിട്ട് പാടി. അപ്പോൾ ഇത് എന്നെ അങ്കിളെന്ന് വിളിച്ചാൽ മതി, സാറെന്ന് വിളിക്കണ്ട. ആ, ഷർട്ട് ഇട്ട് അങ്കിളെന്നോ എന്താണ്, ശരത്തങ്കിളെന്ന് വിളിച്ചോ ധൈര്യമായിട്ട്. അപ്പം മോളെ എല്ലാം നന്മയുണ്ടാകട്ടെ. പ്രേതത്തിനെ ഒന്നും പേടിക്കരുത്. കാര്യം എന്തിനാ പ്രേതത്തിനെ പേടിക്കുന്നത്? എനിക്ക് ഒട്ടും പേടിയില്ല. ഞാൻ എന്തിന് കോഞ്ചറിങ് എല്ലാ ദിവസവും കാണുന്നുണ്ട്. എല്ലാ ദിവസവും കാണുന്ന എൻ്റെ ഭാര്യയെ ചുമ്മാ തല്ലുണ്ടാക്കണ്ട. പ്രേതങ്ങളെന്ന് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെ മുട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റുമായിരുന്നു. എത്രയോ നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നതിൻ്റെ എത്രയോ കോടിക്കണക്കിന് ആളുകൾ ചത്തുപോയില്ലേ. അവരുടെയൊക്കെ പ്രേതങ്ങൾ ഇവിടെ ആത്മാക്കൾ നടക്കാൻ ഇങ്ങോട്ട് മാറിക്കുക, ഞങ്ങളൊന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഇതൊക്കെ പറയുകയാണെങ്കിലും കോഞ്ചറിങ് കണ്ടിട്ട് വന്നിട്ട് ഞാനൊരു 3 ആഴ്ച ഉറങ്ങിയിട്ടേ. എനിക്ക് ഭയങ്കര പേടിയാ. ഞാൻ താഴെ പോയി, അതിൻ്റെ ഒരു മേളിൽ നിന്ന് ചാടുന്നൊരു സീനിൽ ഞാൻ സീറ്റിൻ്റെ താഴെ പോയി. പിന്നെ എണീറ്റിട്ടേ ഇല്ല. അവർ കൂടിയിരിക്കുന്നവർ സന്തോഷിക്കുക, പടക്കമൊക്കെ പൊട്ടിച്ച് എൻ്റെ മാനേജർ ഞാൻ തട്ടിപ്പോയെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തൊക്കെയാലും മോളെ പ്രേതത്തിനെ പേടിക്കണ്ട, എന്നാലും ഇച്ചിരി ധൈര്യമായിട്ടിരിക്കണം ഈ കാലത്ത് കേട്ടോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, മാർക്സിലേക്ക് കിടക്കാം. വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. പാടി പാടുന്ന രാഗങ്ങളിൽ 8.5. സുജാത ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. പാടി പാടുന്ന രാഗങ്ങളിൽ 26. ഓക്കെ, ഹാപ്പി ആണല്ലോ. അപ്പൊ അടുത്ത പ്രാവശ്യം പേടിക്കാതെ നേരെ നോക്കി പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. അഞ്ജലി, നമ്മുടെ സെഗ്മെന്റ് ആയ ടോപ്പ് സ്കോറർ ആണ് ഇനി. ടോപ്പ് സ്കോറർ നമ്മുടെ ശ്രീലക്ഷ്മി with 26.5. മന 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 മെഞ്ചൽ മനതിൽ ലക്ക 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 പുല്ല വയതിൽ ഠക
അഞ്ജലി നമ്മുടെ കൂടെ ഇത്രയും എന്താ പറയാ എപ്പിസോഡ്സ് ഉണ്ടായിരുന്ന ശരത് സർ. ശരത് സാറിന് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ശരത് സർ, നമ്മുടെ ഒരു ഹംബിൾ റിക്വസ്റ്റ്, നമുക്കൊരു കുറച്ച് വരി പാട്ട്. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രൊഡ്യൂസർ സമ്മതിക്കുമെന്ന് അറിഞ്ഞൂടാ. കാര്യം പഠിക്കുന്ന സമയത്ത് തന്നെ ഹിന്ദി എനിക്ക് വലിയ പ്രോബ്ലം ആയിരുന്നു. ഹിന്ദി ഈ അമിതാഭ് ബച്ചനെയൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു ഹിന്ദി പറയുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹിന്ദി. കാര്യം ഹിന്ദിക്ക് 0 മാർക്കായിരുന്നു എനിക്ക് 10th. സത്യം. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ പകർത്തി വെച്ചിട്ട് ഒരു പൂ വരച്ചു വെച്ച് ലാസ്റ്റ്. ആ സാറ് മിനിമം മാർക്കിട്ട് എന്നെ രക്ഷപ്പെടുത്തി. അല്ലെങ്കിൽ ഞാൻ 10ാം ക്ലാസ് തോറ്റു. റെക്കോർഡിക്കലി ഞാൻ തോറ്റ ആളാണ്. അദ്ദേഹത്തിൻ്റെ പുണ്യം മനസ്സുകൊണ്ട് ഞാൻ പ്രീ ഡിഗ്രിയിലേക്ക് കയറി. സത്യമാണ്, എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഹിന്ദിയിൽ നിന്ന് എഴുതാൻ അറിഞ്ഞൂടാ, പിന്നെ വേണ്ട ബാക്കിയുള്ള ഹിന്ദിക്ക് വേറെ ഏതാണ്ടൊക്കെ തെറിയൊക്കെ എഴുതിയിട്ടുണ്ട് പേപ്പറിൽ. അപ്പോൾ എനിക്ക് അന്ന് മുതലേ ഒരു വലിയ ആഗ്രഹമുണ്ട്, ഒരു ഹിന്ദി പാട്ട് പാടണം. നമ്മൾ വേറെ കുറച്ച് ഒരു എന്താ പറയണ്ട, ഒരു കിഷോർ കുമാർ സാറിൻ്റെ പാട്ടൊന്ന് പാടണം എന്ന് കുറേ ആഗ്രഹം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വേദി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ ഓഡിയൻസിനും നമുക്ക് എല്ലാവർക്കും ഒരു ധന്യ മുഹൂർത്തം തന്നെയാണ്. मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीते जाए जिंदगानी कब आएगी तू, चलिया तू चलिया, मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीते जाए जिंदगानी कब आएगी तू, चलिया तू चलिया, चलिया आप चलिया, चलिया तू चलिया. അത് ഒരു കാര്യം പറഞ്ഞു, ചലിയ തൂ ചലിയ സംഭവിച്ചു. ചലിയ ആപ്പ് ചലിയ എന്നുള്ള എനിക്കായിരുന്നു. എൻ്റെ അടുത്ത് പറയാണ്ട് ഒരാപ്പായി പോയത്. മൊത്തം ഒരു പ്ലാൻ ആയിരുന്നു. മോനേട്ടാ ഒന്ന് വരൂ. നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ഏറ്റവും ജൂനിയർ മോഹൻ ചേട്ടൻ with us. അല്ല, അപ്പൊ എന്തായിരുന്നു ഇവിടെ സംഭവങ്ങൾ? വന്നപ്പോഴത്തേക്ക് ഇവിടെ ലിപ്സിംഗ് ഒക്കെ പോയി. ഇവിടെ എനിക്കത് ആപ്പായി പോയി. ഞാൻ അറിഞ്ഞത് മോനേട്ടൻ ഇങ്ങനായി. മോനേട്ടാ താങ്ക് യു. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ വേറൊരാൾ ശബ്ദം തരുന്നത് എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ മോനേട്ടാ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമ്മളെപ്പോഴും you keep supporting us. Thank you so much for that. അങ്ങനെ we have come to the end of this episode. അതെ, പക്ഷെ അതിന് മുന്നേ ഒരു കാര്യമുണ്ട്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ശരത് സർ ഉള്ള ലാസ്റ്റ് എപ്പിസോഡാണ്. അതെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. ശരത് സർ, പ്ലീസ് ടെൽ us എന്താ പറയുക, നമ്മൾക്ക് ഒരുപാട്, ഞങ്ങൾക്ക് ആസ് സച്ച് എന്താ പറയുക, നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഇറ്റ് വാസ് റിയലി ബ്ലെസ്സിങ് ടു ഹാവ് യു ഹിയർ. പിന്നെ ഒരുപാട് ഫൺ മൊമെന്റ്സും അഡ്വെഞ്ചറസ് ആയിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരുപാട് പഠിക്കാനും എല്ലാം അവസരം കിട്ടി. സോ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ കുറേ എൻജോയ് ചെയ്തു. സത്യം കുറേ സന്തോഷമുണ്ടായിരുന്നു. നമ്മളൊക്കെ ജീവിതത്തിൽ കുറേ 1008 ടെൻഷൻസ് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എനിക്ക് സംഗീതമാണ് ആകപ്പാടെ ഉള്ള ഒരു ആശ്വാസം. അപ്പോൾ അത് ഇവിടെ വന്നു ഈ കുട്ടികളുടെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റി. പിന്നെ എനിക്ക് കുറേ ഇഷ്ടമുള്ള, എപ്പോഴും പുഞ്ചിരിയോടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറേ എന്താ പറയണ്ടേ, ചെക്കനെ പറ്റി പറഞ്ഞാൽ മതിയാകത്തില്ല, അത്രയ്ക്ക് ഞാൻ സ്നേഹിക്കുന്ന ഒരു മ്യൂസിഷ്യനാണ്. ഇപ്പോൾ സ്റ്റീഫൻ്റെ കൂടെയും എനിക്കിവിടെ വരാൻ കഴിഞ്ഞിട്ട് കുറേ സന്തോഷം. പിന്നെ അതുപോലെ വിജയ് എനിക്കൊരു നല്ല പാട്ട് പാടിയിട്ടുണ്ട്. ഫിലിം റിലീസാവും. പിന്നെ അതിനുശേഷം വിളിച്ചിട്ട് വന്നിട്ടില്ല കള്ളൻ. അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയണ്ടേ, എൻ്റെ ജീവിതത്തിൽ മീറ്റ് ചെയ്തൊരു ഒരു മഹാഭാഗ്യമായി കരുതുന്ന ഒരു വ്യക്തിയാണ് ദാസേട്ടൻ. അപ്പോൾ ദാസേട്ടൻ്റെ മകനും കൂടാണ്. അപ്പോൾ അതേ കൂടുതലൊന്നും എനിക്ക്, അപ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ്. പിന്നെ ഈ പുലിക്കുട്ടികളുടെ കൂടെ പിന്നെ അവന്മാരെ കാണാൻ കഴിഞ്ഞത് കുറേ സന്തോഷം. എല്ലാം റിയൽ മ്യൂസിഷ്യൻസാണ്. പിന്നെ എല്ലാവരും നമുക്ക് എന്താ പറയണ്ടേ, കുഞ്ഞുങ്ങൾ, അവരെപ്പോഴും, ഞാൻ അവരുടെ ഒരു പ്രായമാണ്, നമുക്ക് വയസ്സാകത്തില്ലല്ലോ. അപ്പോൾ അതിലും സന്തോഷമുണ്ട്.
പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അനുരൂപും അനുരൂപിൻ്റെ വൈഫ് മീനുവിനൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വേണ്ട, അതിപ്പോൾ വേണ്ട, പിന്നൊരു അവസരത്തിലായിക്കോട്ടെ. ഓഹോ, ചിലപ്പോൾ ഡൈവോഴ്സ് വരെ ആയാലോ. അതുകൊണ്ട് അത് ആഗ്രഹം ഞാൻ വെട്ടിക്കളഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലും കുറേ സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഈ ഷോ ഇനി നന്നാവട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും വരട്ടെ. ആളുകളുടെ മനസ്സിൽ നന്മ മാത്രം ഉണ്ടാവട്ടെ. ഈ ദുർചിന്താഗതികളൊക്കെ പണ്ടാരടങ്ങട്ടെ. ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Sharat sir. Big round of applause. Sharat, thank you. Thank you so much, sir. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.